ഹലോ നമസ്കാരം. സെല്ലിംഗ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തച്ചോട്ടാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ടാണ്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മാറി ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീട്ടിലോട്ട് നമുക്ക് വരുന്ന ഇപ്പോൾ റോഡൊക്കെ നമുക്കൊരു 5 മീറ്റർ വീതിയിൽ പണി വെച്ചിട്ടുള്ള റോഡാണ്. ചുറ്റുമുള്ള ചുറ്റുപാടൊക്കെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. നല്ല പോർഷ് വീടൊക്കെ ഇവിടെ നമുക്ക് ഉണ്ട്. ഇപ്പോൾ 2 കാർ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ വീട് 5.25 സെൻറ്റിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവിടെ ഉള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയറൊക്കെ തന്നെ മനോഹരമായിട്ട് തന്നെയാണ് അവർ പണി കഴിച്ചിട്ടുള്ളത്. ഒരു ബോക്സ് ടൈപ്പിൽ നല്ല ഭംഗിക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരു 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കാർ പോച്ചോട് കൂടി ഒരു സ്പേസും അവൈലബിൾ ആണ്. ഇവിടെ ഒരു കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനും നമുക്ക് കൂടാതെ ഒരു കിണറും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ കിണർ ഉള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു കിണർ നമുക്കിവിടെ ഉള്ളത്. കൂടാതെ ഇവിടെ ഗാർഡൻ പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും അതേപോലെ അടുത്തൊരു കോർണറിലും നമുക്കിവിടെ ഗാർഡൻ പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ നമുക്ക് ഫ്രണ്ട് ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം വാൾട്ടയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ നല്ലൊരു ലുക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു വാൾട്ടയിൽ വെച്ചിട്ട് അവർ നന്നായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് 8x6 ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലോട്ട് പോകാം. ഇതൊരു തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു ഡോറാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളൊരു ഡോറാണ്. ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഡോറിൽ. നമുക്ക് ഇനി അപ്പം വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ ആയാലും മൊത്തം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടുത്തെ ലിവിങ് ഏരിയയിൽ ടോപ്പൊക്കെ നമുക്ക് അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഫാൻസി ലൈറ്റ് കൊടുത്ത് നല്ല അട്രാക്ഷനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ളതിന് TV ഒക്കെ നമുക്ക് വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ വരുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ തറ ഫുള്ളും വെർട്ടിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ വരുമ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വലിയൊരു TV യൂണിറ്റാണ്. നമുക്ക് എത്ര വലിയ TV ആയാലും നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇതിൻ്റെ ബാക്കി പാനലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ആയാലും ഡ്രോയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പ്ലഗ് പോയിൻറ്റും ധാരാളം പ്ലഗ് പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രോയറും ഇഷ്ടംപോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 15x10 ഡയമെൻഷൻ വരുന്നത്. പിന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റിങ്ങും ആണ് നമുക്ക് ഈ വീടിൻ്റെ സീലിംഗ് വർക്ക് എല്ലാം വരുന്നത്. സിമ്പിളായിട്ടാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഒരു വിശാലമായ ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്കിവിടെ പാർട്ടീഷൻ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ലിവിങ് ഏരിയ ആ ഒരു ഭാഗത്താണ് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് വിശാലമായിട്ട് അടുത്ത് വരുന്നത്. നമുക്കൊരു നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 25x12 ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ലൊരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റൊക്കെ മാറ്റാൻ കണക്കുന്ന ഉള്ളൊരു മിറർ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗി അത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു വാഷ് ബേസിങ്ങും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിക്ക് ഒരു വാഷ് ബേസിങ് കൗണ്ടറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്.
വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. 3 ഫേസ് കണക്ഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ വിശേഷം. ഇനി നമുക്ക് വരുന്നത് ഈ വീടിൻ്റെ കിച്ചൻ്റെ വർക്കാണ്. നമുക്ക് കിച്ചൻ്റെ അങ്ങോട്ട് പോകാം. അടുത്ത ഈ വീഡിയോ നമുക്ക് ഓപ്പൺ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നല്ലൊരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പുറമേ വൈറ്റും അതിൻ്റെ കൂടെ ഈ ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു മാച്ചിങ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല ഡെക്കറേറ്റ് ചെയ്യുന്ന കണക്കിന് അവർ പ്ലാന്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമ്മൾ വീടെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ തീം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കാണുന്ന കിച്ചണ് 12x12 ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പം കൊടുക്കുന്നുണ്ട്. സെയിം വെർട്ടിഫൈഡ് ടൈൽ ഏരിയയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വർക്ക് ഏരിയയും അവർ കൊടുത്തിട്ടുണ്ട്. ഞാനത് പിന്നീട് കാണിക്കാം. ആദ്യം നമുക്ക് കിച്ചൻ്റെ വിശേഷങ്ങളിലോട്ട് നോക്കാം. കിച്ചൺ നല്ലൊരു കളർ തീമിലാണ് ഇവർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെറ്റീരിയൽ മൾട്ടി വുഡിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ തീമിൽ ഒരു മൾട്ടി വുഡിലാണ് കംപ്ലീറ്റ് ഉള്ളത്. നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ വരുന്നത് നമുക്കിവിടെ പ്ലഗ് പോയിന്റ് ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് തീമും കൂടെ ആയതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. അപ്പോൾ നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൻ്റെ വിശേഷം. നമുക്ക് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് കിട്ടുന്ന വ്യൂ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയയും കൂടെ കാണാം. ഇപ്പോൾ ഈ ഭാഗത്താണ് വർക്ക് ഏരിയ വരുന്നത്. 15x6 ഈ വർക്ക് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രമൊക്കെ ജസ്റ്റ് ഈ സൈഡിൽ നിന്നും വാഷ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയയും കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റത്തെ ബെഡ്റൂമിൽ പോകും. പിന്നെ അതിന് മുമ്പേ നമുക്ക് ഈ ഇവിടെ ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുകളിലോട്ട് സ്റ്റെയർ കയറുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇൻവേർട്ടറൊക്കെ വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫിഷ് ടാങ്ക് ഒക്കെ അറേഞ്ച് ചെയ്യാൻ അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ സ്പേസ് നിങ്ങൾ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ കിച്ചൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ഈ വീട്ടിലെ താഴെയുള്ള ഒരേ ഒരു ബെഡ്റൂമാണ്. നമുക്ക് ആ ഒരു ബെഡ്റൂമിലോട്ട് പോകാം. അപ്പം 17x15 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു റൂമാണ്. നമുക്ക് സീലിങ്ങിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിംഗ് ഒക്കെയാണ് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വാൾഡ്രോബ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള വാൾഡ്രോബ്സാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ലൊരു വലിപ്പം തോന്നും. ഇവിടെ ഒരു വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നതിനായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ വാൾഡ്രോബ്സ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ്. വൈറ്റ് തീമിലാണ് ഈ വീട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാൾഡ്രോബ്സിൻ്റെ ഈ ഒരു കളർ അതിന് മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോർ വരുന്ന മെറ്റീരിയൽ PVC ആണ്. PVC ഡോറിലാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഈ ഒരു വ്യൂ ആണ് വരുന്നത്. നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൂമിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ തീമിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു മിററും ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സറയുടെയും സോണറ്റിൻ്റെ ഒക്കെയാണ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ വരുന്ന ബാത്റൂം വരുന്നത്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പം ഇവിടെ നിന്നാണ് ഈ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ കയറി പോകുമ്പോഴുള്ള ഹാൻഡ് റീൽസ് എല്ലാം തേക്കും ഗ്ലാസ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിലോട്ട് കയറി പോകുമ്പോൾ എൻട്രൻസ് വരുന്നത്. അവിടെ ഒരു സ്ലൈഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അവിടെ നിന്ന് കാറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ സ്ലൈഡിങ് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്.
അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈലാണ് നമുക്കിവിടെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നടക്കുമ്പോഴേ അതൊരു ഫീൽ ആവുന്നുണ്ട്, ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല, നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നമുക്കൊരു നല്ലൊരു സ്പീഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി 3 ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പം അവിടെ 2 ബെഡ്റൂം, നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം, അങ്ങനെയാണ് നമുക്കിവിടെ ബാക്കി 3 ബെഡ്റൂം വരുന്നത്. താഴെ 1 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട്. അതാണ് ഈ വീടിന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഒരു അട്രാക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താഴെ നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, നമുക്ക് താഴത്തെ TV യൂണിറ്റ് ലിവിങ് ഏരിയയിൽ ഒരു നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ മുകളിലായാലും താഴെ വരുന്ന ഗസ്റ്റിനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫാൻസി ലൈറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ല വ്യൂ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് 17x14 ഡയമെൻഷനിലാണ് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. വെർട്ടിഫൈഡ് ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നേരത്തെ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 17x15 ഡയമെൻഷനിലാണ് ഈ ബെഡ്റൂം വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു, അപ്പോൾ നല്ലൊരു സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. നമുക്കിവിടെയാണ് അതിൻ്റെ വിൻഡോസൊക്കെ വരുന്നത്. ഇവിടെ 3 പാളി വരുന്നത്, അവിടെ 2 പാളി വരുന്നതുമായിട്ടുള്ള ഒരു 2 വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിംഗ് ഒന്നും വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിനാണ്. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാനൊക്കെ പറ്റും. കൂടാതെ ഒരു വാൾഡ്രോബ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട സെയിം അതേപോലെ തന്നെ ഒരു മിററും വാൾഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് PVC ഡോറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡോർ വരുന്നത്. നമുക്കിപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂമിലെ ബാത്റൂം വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സറയുടേതാണ്. ഇത് വന്നിട്ട് സോണറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലോട്ട് നോക്കാം. ഓക്കെ, 2ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് വരുന്നത്. ഓക്കെ, 13x12 സ്പേസിലാണ് നമുക്ക് ഈ ഡയമെൻഷൻ വരുന്ന ഒരു വീട്. നമുക്ക് ഡയമെൻഷൻ വരുന്ന റൂമാണ്. 13x12 ഡയമെൻഷൻ വരുന്നത്. ഇവിടെ നമുക്ക് വാൾഡ്രോബ്സ് ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് നോർമലായിട്ട് വരുന്നതാണ്. നമുക്കിവിടെ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു PVC ഡോർ എടുത്തിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ നമുക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാത്റൂം നമുക്കൊന്ന് കയറി കാണാം. ഓക്കെ, ഇത് വേറൊരു കളർ തീമിലാണ് ഈ ഒരു ബാത്റൂം ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഷവറുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സാറയുടെ പ്രോഡക്റ്റാണ് ഇത്. ഇത് സോണറ്റാണ്. ഇവിടെ ഒരു മിറർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂം നോക്കാം. 3ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മൾ നേരത്തെ താഴോട്ട് വ്യൂ കണ്ട ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. 12x10 ഡയമെൻഷൻ വരുന്നതാണ് ഈ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. കണ്ടു, ഇതാണ് 3ാമത്തെ ബെഡ്റൂം. അപ്പോൾ ഇവിടെയും PVC ഡോറിൽ ചെയ്തതാണ് നമുക്കിവിടെ ബാത്റൂം വരുന്നത്. ഓക്കെ, ഇതും വേറൊരു മോഡൽ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്ര ഇടുങ്ങിയ ടൈപ്പല്ല, നമുക്ക് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ എല്ലാം വരുന്നത്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, സെയിം ആണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം വരുന്നത്. അപ്പം നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയാണ്. അപ്പോൾ നമുക്കത് ഈ ഭാഗത്താണ് വരുന്നത് ബാൽക്കണി. ഓക്കെ, 20x10 സൈസിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണിക്ക്. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂവും താഴോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. റോഡ് ടാർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ബാൽക്കണി വരുന്നത്. നല്ല അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് മുകളിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും മനോഹരമായി ഈ ഒരു വീടിൻ്റെ പ്രൈസാണ് എല്ലാവരും നോക്കുന്നത്.
അപ്പോൾ ഈ വീടിന് വരുന്ന പ്രൈസ് 1,20,00,000 ഈ ഒരു വീടിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അഥവാ ലോണിനാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ഹോം ലോണിൻ്റെ തന്നെ പറഞ്ഞു തരാനായിട്ട് ടീംസ് ഉണ്ട്. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോണിൻ്റെ എടുക്കേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീട് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിലായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോഴുണ്ട്. അപ്പോൾ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വീട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വയ്ക്കുകയോ അവർ നോക്കുകയോ താല്പര്യപ്പെടുന്നെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് കടന്നു വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.